മരുഭൂമിക്ക് നടുവിലെ പച്ചത്തുരുത്തായി നിലകൊള്ളുന്ന ഷഹാനിയയിലെ അൽദോസരി പാർക്ക് സ്വദേശികളും വിദേശികളും ഒരുപോലെ എത്തുന്ന സ്വകാര്യ പാർക്കാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിച്ച മൃഗങ്ങളും പക്ഷികളുമെല്ലാം ഈ വിനോദ കേന്ദ്രത്തിന് ഒരു സ്വാഭാവിക വനത്തിന്റെ പ്രതീതി നൽകുന്നുണ്ട്. പ്രകൃതി സ്നേഹിയായ മുഹമ്മദ് മത്താർ അൽ ദോസരിയാണ് പാർക്കുടമ. സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായി ഈയിടെ കേരളം സന്ദർശിച്ചിരുന്ന ഇദ്ദേഹം പാർക്കിന്റെ നവീകരണത്തിനായി കേരളത്തിലെ മൃഗശാലകളിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. change the animal between Kerala Zoo and here. We have surplus animal, we can change with them, and they have some extra animal, we take it from them, and we have extra animal. ഇതോടൊപ്പം അൽദോസരി പാർക്കിൽ ഇനി മുതൽ സന്ദർശകർക്ക് രാത്രി തങ്ങാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമായി 12 താമസ കേന്ദ്രങ്ങളും 11 കോട്ടേജുകളും ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ വിഭവങ്ങൾ ലഭിക്കുന്ന കടകളും സലൂൺ, ലോണ്ടറി തുടങ്ങിയ സൗകര്യങ്ങളും പാർക്കിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ പാരമ്പര്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മാതൃകയിലുള്ള നിരവധി വിശ്രമ കേന്ദ്രങ്ങളും ഈ ഹരിതോദ്യാനത്തിനകത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്യാനത്തിനകത്ത് വാരാന്ത്യ അവധി ദിനങ്ങൾ ചെലവഴിക്കാനെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.